ഗായ്സ് ഗുഡ് മോർണിംഗ്. എണീറ്റുള്ളൂ. ഇനി പോവുക, ഒന്ന് ഫ്രഷ് ആയി സെറ്റ് ആവുക. ഇങ്ങനെ തണുപ്പ് എന്ന് പറഞ്ഞാൽ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഇനി പോയി കുളിക്കണം. ചൂടുള്ള ഹീറ്റർ റെഡി ആയതുകൊണ്ട് ഒരാൾക്ക് കുളിക്കാൻ പറ്റുക, അവൻ കുളിക്കൂല. അതുകൊണ്ട് ഇപ്പം ഞാൻ കുളിച്ച് അവൻ വൈകുന്നേരം കുളിക്കുള്ളൂ. വീട്ടിലില്ലെങ്കിൽ കുളിക്കാനും പറ്റൂല. അപ്പം ശരി, തണുക്കട്ടെ, കുളിക്കട്ടെപ്പാ. ഓപ്പറേറ്റർ വന്നു. ഇന്ന് വേറെ ചേഞ്ച് ആയി. അവരുടെ ഡ്യൂട്ടിയും ചേഞ്ച് ആയി. നമുക്ക് 2 ഒമാനി ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ എനിക്ക് കോള് വന്നതാണ് സംസാരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുക. എനിക്ക് കോള് വന്നു, ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു കോള് വന്നു. അപ്പം എനിക്ക് പോയി അത് ചെക്ക് ചെയ്യണം. കൺട്രോളിൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു. കുറച്ച് നേരത്തേക്ക്, 1 മണിക്കൂറത്തേക്ക് ഞാൻ ഇനി കൺട്രോൾ ചെയ്യും. അതെ തന്നെ. ജസ്റ്റ് ഒരു പമ്പ് ഓണാക്കി ഔട്ടുക്കുള്ളിൽ പോകണം. അതും നോക്കി ഇല്ലേറ്റും ഇസ്ക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ അതും നോക്കിയിട്ട് ജസ്റ്റ് ഇരുന്ന് അവിടെ ഇരുന്ന് കൺട്രോളൊന്നും ചെയ്യാം. എത്ര സിമ്പിൾ വർക്ക്. ഇതെല്ലാം നോക്കിയതിനു ശേഷം ഫുഡ് കഴിക്കാൻ പോകും. ഇന്ന് ഇപ്പോഴൊക്കെ ഫുഡ് കഴിക്കണൊക്കെ ലേറ്റാണ്. രാവിലേക്ക് നേരത്തെ എണീക്കണതാണ്. സംഭവം തണുപ്പായതുകൊണ്ട് പിന്നെ നമുക്ക് എണീക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റുന്ന ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ 9. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്ത് ഔട്ടും കൂട്ടിയിട്ട് ഇല്ലേറ്റ് കൂട്ടി 1110 വെച്ച് ഇല്ലേറ്റ് ഇപ്പോൾ പറഞ്ഞത് 772. പിന്നെ അടുത്തതിൻ്റെ ഔട്ട് പോണത് 1070. 100 പോയിൻ്റ് ഏകദേശം അടുപ്പിച്ച് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് 1200 പോകില്ല. പിന്നെ RPO ഞാൻ കുറച്ചാണ് വെച്ചിട്ടില്ല, 88. കുഴപ്പമില്ല. ഇനി ഇങ്ങനെ തന്നെ. ഇനി BPSY ക്ലോസ് ആക്കുമ്പോൾ സൈഫ് ഓപ്പൺ ആകണം. ലെവലുണ്ട്. നോക്കാൻ പറഞ്ഞ ഇതാണ്, ജസ്റ്റ് ഇതാണ് നോക്കാൻ പറഞ്ഞു. ഇതൊന്ന് നോക്കുക, സെറ്റാക്കുക. ഒരു 15 മിനിറ്റ് ഔട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഇതിൻ്റെ ഇത് സ്പീഡിൽ നിറഞ്ഞാൽ മാത്രം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പയ്യെ നിറയണാണെങ്കിൽ കുഴപ്പമില്ല. ഇത് 2 മിനിറ്റ് കൂടുമ്പോൾ നിറയണത് വലിയ കുഴപ്പമില്ല. അരമണിക്കൂർ 1 മണിക്കൂർ ഓടും പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മിനിറ്റിൽ ഓരോന്ന് വീതം ഓടും. അതാണെങ്കിൽ ഇത്തിരി ശ്രദ്ധിക്കണം. ഒമാനി ഓപ്പറേറ്റർ വന്നു. പുള്ളിയിലാണ് നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോണ. അങ്ങനെ അവിടെ ഇരിക്കും. വർക്കുണ്ട് സ്ഥലത്ത് കൺട്രോൾ ചെയ്യും. മെയിൻ സ്ഥലത്തിൻ്റെ TFS ഇത് കാരണം മെയിൻ സ്ഥലത്ത് കിട്ടൂല. ബ്ലാക്ക് ഇത് കഴിഞ്ഞ് BPS2 ഇത് തൊട്ട് കിട്ടും. അതതിൻ്റെ ഇടയിൽ പറഞ്ഞ TFS ആണ്. അത് പോയി ഫുള്ള് കൺട്രോൾ ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഫുള്ള് കൺട്രോൾ ഇവിടെ തന്നെ. പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരിക്കുന്നു. ഞാൻ ചെന്നിട്ട് ഞാൻ ചെന്ന് ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് കഴിച്ചില്ല, നല്ല ലേറ്റ്. ഇനി പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. മുട്ട തന്നെ കഴിക്കണം, വേറെ ഒന്നും കഴിക്കണം. പിന്നെ സ്കാഡ അത് റെഡിയാവുകയും ചെയ്തായിരുന്നു. കറണ്ട് പോയതാ, അപ്പോൾ അതിനി കുഴപ്പമില്ല. ഇനി പോയി ഫുഡ് മാത്രം കഴിച്ചാൽ മതി. അതാണ് കാര്യം.
എന്നാ പറയാൻ, കാര്യങ്ങളെല്ലാം അങ്ങനെ പോകും. അത് നല്ല, രണ്ടുപേരും നല്ല ഓപ്പറേറ്റർ, അടിപൊളിയാണ്. സംസാരിക്കാനൊക്കെ അയ്യോ നല്ല ഫ്രണ്ട്ലിയാണ് അവർ രണ്ടുപേരും. ലാംഗ്വേജിൻ്റെ അത് കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. നമുക്ക് അറബി അറിയാമായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് സംസാരിക്കാമായിരുന്നു. നമ്മൾ ഇംഗ്ലീഷിലല്ലേ സംസാരിക്കുന്നത്, മുറിഞ്ഞ ഇംഗ്ലീഷ്. അത് തന്നെ, ഇനി പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അത് തന്നെ പരിപാടി. ഫുഡ് ഉണ്ടാക്കി പുറണ തന്നെ ഉണ്ടാക്കിയ, കാരണം ഇനിയിപ്പം പൈസ സാലറി വന്നില്ല. അപ്പോൾ നമ്മൾ ശലം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് തന്നാലേ സാലറി പറഞ്ഞാൽ അത് വോട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 2-3 കഴിക്കുന്നത് സാലറി ഇതിന് നമ്മൾ അറിയാമല്ലോ. പിന്നെ നമ്മൾ പെട്ടു. അയ്യോ, ഉച്ചക്കുള്ള ഫുഡ് വെച്ചില്ല, മറന്നുപോയി. ഉച്ചയ്ക്ക് എന്തിനായിരിക്കും? ഉച്ചയ്ക്ക് 2-3 മുട്ട കഴിക്കേണ്ടി വരും. നല്ല വേറെ അറിയിക്കണ്ടേ, മറന്നുപോയി, പെട്ട്. കഴിച്ചു കഴിഞ്ഞ് ഇനി നേരെ പോവുക. പുള്ളി അവിടെ ഇരിക്കുകയല്ലേ, പുള്ളിയെടുത്തും കുറച്ച് നേരം സംസാരിച്ച് അവിടെ ഇരിക്കുക. ബാക്കി മറ്റത് റെഡിയായില്ലായിരുന്നു, വീണ്ടും കോൾ വന്നേനെ. സെറ്റായി, അത് കുഴപ്പമായിരുന്നു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ ഒന്ന് മരുന്ന് വാങ്ങിക്കാൻ വരാൻ പോയി, പെന്നഡോൾ വാങ്ങിക്കാൻ പോയി, തലവേദന. അപ്പോൾ ഇനി പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. എനിക്ക് വിശന്ന് തുടങ്ങി. ഏല്ല വയ്ക്കാൻ മറന്നു. എന്തായാലും 4-3 മുട്ടയും കഴിക്കണം, സോസേജും കഴിക്കണം. അത് തന്നെ, വേറെ ഉണ്ടാക്കാൻ മറന്നു, വയ്ക്കാൻ മറന്നു. ഞാൻ രാത്രി എടുത്ത് വെച്ചെന്ന് വിചാരിച്ചു. ഇവിടെ ഇരിക്കും. 3 മുട്ട, 2 സോസേജ്, പിന്നെ ഒരു സവാള. ഇത് തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ്. വയ്ക്കാൻ മറന്നു. ഇനി ഇതും കഴിച്ചിട്ട് വീണ്ടും പോവുക. മറ്റേ പുള്ളി വന്നായിരുന്നു, വണ്ടി തോന്നുന്നു. അതിന് മുമ്പേ എൻ്റെ ഫോണും ചാർജ് കയറണം. ഇത് ഏകദേശം 30%. ഏകദേശം ഫുഡെല്ലാം കഴിച്ചിരുന്ന് ഇനി നേരെ കൊണ്ട് ഫോൺ ചാർജ് ഇടുക, എന്നിട്ട് പോവുക. ഫോണ് ചാർജ് ഇല്ല, 18%. 18%. അതുകൊണ്ട് ഫോണും കൊണ്ട് ചാർജ് ഇടുക, എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് ഫോൺ എടുക്കുക. ഓക്കെയാണ്. അപ്പം അപ്പോഴത്തേക്കും മറ്റേ പുള്ളി ഇറങ്ങാറാവും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫുൾ ചാർജായി. ഇനിയും പോവാൻ 2 മണിക്കൂറുണ്ട്. പുള്ളി 1 മണിക്കൂർ എന്തുകൊണ്ട് 2 മണിക്ക് എന്തോ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പേ പുള്ളിയോട് സംസാരിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന് പുള്ളി കാൾ ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഗെയിം കളിക്കും. അപ്പോൾ ഞാനൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഞാനും കളിച്ചു നോക്കാം. പണ്ടെന്തോ കളിച്ചിട്ടുള്ളത്, 3-4 കൊല്ലം മുമ്പുള്ളത്. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കട്ടെ. My brother is going. Okay, brother. Okay. ഞങ്ങളവിടെ നടക്കും. കുറച്ച് കഴിഞ്ഞിട്ട് വരും. അങ്ങനെ അവർ പോയി. അടുത്ത സെക്യൂരിറ്റി വന്നു. ഏകദേശം 3 നേരം അടുപ്പിച്ചുണ്ട്. ഇപ്പം ഡ്യൂട്ടി ചേഞ്ച് ആവാറൊക്കെ ആയിരുന്നു. അവരിങ്ങനെ വന്ന് ഇരിക്കും, സംസാരിക്കും. പിന്നെ തന്നെ ഫുഡ് കഴിച്ചിരുന്നായിരുന്നു. ഫോൺ ചാർജ് ചെയ്താൽ വന്നാൽ ചാർജ് തീരാറ്. ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സ്പോട്ടിലങ്ങ് ചാർജ് തീരും. നല്ല കുറഞ്ഞു. ഈ അരമണിക്കൂർ ചാർജിൽ വിട്ട് റെഡിയാണ്. തിരിച്ചിങ്ങോട്ട് പറഞ്ഞു. എല്ലാം ഉച്ചയൊക്കെ കഴിഞ്ഞ്
പമ്പിൻ്റെ RPM കുറയ്ക്കാൻ വിളിച്ചത്. അതും കുറച്ച് കഴിഞ്ഞ് ഫോണിന് ചാർജ് കയറിയില്ലേ, അതും കൂടി ചാർജ് കയറി. എന്താ റൗണ്ടൊക്കെ അടിച്ചിട്ട് ഒന്നും കൂടി പോയി റൗണ്ട് അടിച്ച് ചെക്ക് ചെയ്ത് പമ്പ് ഓഫ് ചെയ്യണം. സമയമാവാറേ ഒരു പമ്പ് ഓഫ് ചെയ്യാറേ. ഒരു പമ്പ് ഓഫ് ചെയ്ത് പിന്നെ വന്ന് ചെടിക്ക് വെള്ളം ഒഴിയും. ഇതിപ്പോൾ ഉള്ള പ്ലാൻ. അത് തന്നെ ഇപ്പോൾ ഉള്ള പ്ലാൻ. പിന്നെ അടുത്ത് സൈഫ ഓപ്പൺ ചെയ്യേണ്ടി വരില്ല ഈ സമയം. ഔട്ട് ഫോണില്ല, അതുകൊണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിറങ്ങി എല്ലായിടം ചെക്കിങ് ചെയ്ത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ചെടിക്ക് വെള്ളം ഒഴിക്കുക, കുളിക്കുക. ഇപ്പോഴേ വെയിലുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ജലദോഷം പിടിച്ചോളാം. ഇപ്പോഴേ കുളിച്ച് ഡ്രസ്സ് മാറി വീണ്ടും കയറിയാൽ തുണിയും കഴുകിയിട്ട് ആദ്യം ചെടിക്ക് വെള്ളം ഒഴിക്കണം. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് പണിയും ചെയ്യുന്നു. കുളിക്കുക കുറച്ച് കഴിഞ്ഞിട്ട്. അത് തന്നെ 6 മണി അടുപ്പിച്ചായി. പക്ഷേ പെട്ടെന്ന് നേരെ ഇരുട്ടി. ഇനി ചെല്ലുക, എന്നെല്ലാം കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അത് തന്നെ പരിപാടി വേറൊന്നുമില്ല. പോയെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് 6 മണിക്കുള്ള റീഡിങ് എഴുതുക, അത് തന്നെ ഉള്ളൂ. ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഞാൻ 7 മണി വരെയല്ലേ എൻ്റെ ഡ്യൂട്ടി. അവിടെ ഇരിക്കുക, നോക്കുക. അതേ മണിക്കൊരു അടിപൊളി വ്യൂ കിട്ടി. പക്ഷേ ശലം ഫീഡായിപ്പോയി, ശലം ലേറ്റായിപ്പോയി. ശലം കൂടി നേരത്തെ പറഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടിയാണ്. ഇനി അവിടെ പോയി റീഡിങ് ഒക്കെ എഴുതുക. പരിപാടി എത്രയാണ്? സിമ്പിൾ വർക്കാണ്. ഇനി കുറച്ച് വർക്കും കൂടിയേ ഉള്ളൂ. റീഡിങ് എഴുതുക, ഒരു കോളും കൂടി വരും. ഒരു കോളും കൂടി വിളിച്ചിട്ട് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണോ വേണ്ടെന്ന് പറയുക. അത്ര തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.